വെൽക്കം ടു ഓൾ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ രണ്ടാമത്തെ സ്കാനായിട്ടുള്ള NT സ്കാനിൻ്റെ റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാൻ, അത് 2 സ്കാനായിട്ടാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും അത് കാണണം. അതേപോലെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്തും ചെയ്യണം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയൊക്കെ ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എനിക്ക് 2 അബോർഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും നമുക്കുണ്ടായിരിക്കുന്ന ഡൗട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. NT സ്കാൻ എന്ന് പറയുന്നത് 3rd മന്തിൽ ചെയ്യുന്ന, എന്ന് വെച്ചാൽ 12ാമത്തെ ആഴ്ച, പ്രഗ്നൻസിയുടെ 12ാമത്തെ ആഴ്ച ചെയ്യുന്ന ഒരു സ്കാനിങ്ങിനെയാണ് നമ്മൾ NT സ്കാൻ എന്ന് പറയുന്നത്. ഈ NT സ്കാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കുഞ്ഞിന് ജനറ്റിക്കലി എന്തെങ്കിലും ഉള്ള ഡിസീസസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ NT സ്കാൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് നമ്മളുടെ ബേബിക്ക് എങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഉറപ്പിക്കാനും പറ്റത്തില്ല. NT സ്കാനിലെ വാല്യൂ വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ NT സ്കാൻ എന്ന് പറയുന്ന 3rd മന്ത് സ്കാനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ NT എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ പുറകിലെ ഒരു ഭാഗമുണ്ട്, അവിടുത്തെ ഒരു തിക്നെസ്സാണ് അവർ നോക്കുന്നത്. ആ തിക്നെസ് ഒരു സ്പെസിഫിക് റേഞ്ചിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ജനറ്റിക്കലി ഉള്ള ചില ഡിസീസസ് അല്ലെങ്കിൽ ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതൊരു നോർമൽ റേഞ്ചിൽ ആണെങ്കിൽ അങ്ങനെയുള്ള ചാൻസ് വളരെ കുറവാണ്. അതൊരു കുറവാണ് എന്ന് വെച്ചിട്ട് കുഞ്ഞിന് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് അത് കൺഫേം ചെയ്ത് പറയാനും പറ്റത്തില്ല. പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നേസൽ ബോൺ കുഞ്ഞിന് വന്നിട്ടുണ്ടോ. നേസൽ ബോൺ ഡൗൺ സിൻഡ്രത്തിൻ്റെ ടെസ്റ്റുകളാണ്, ട്രിപ്പിൾ മാർക്കർ, അങ്ങനെ ഡൗൺ സിൻഡ്രത്തിൻ്റെ ടെസ്റ്റുകളാണ് നമ്മൾ ഈ ഒരു സ്കാനിങ്ങിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നേസൽ ബോൺ ഉണ്ടോ, അതേപോലെ NTയുടെ വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്കാനിങ്ങിൽ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രഗ്നൻസിയിലൊക്കെ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കേരളത്തിൽ സ്കാനിങ്ങിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി, എൻ്റെ സക്സസ് ആയിട്ടുള്ള ആദ്യത്തെ പ്രഗ്നൻസി 2021-ലാണ്. ആ ടൈമിൽ ഈ 2 മാർക്കേഴ്സാണ് പ്രധാനമായിട്ടും അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിലൂടെ പോവാം. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ഒരു സാക്ക് എത്ര എണ്ണം ഉണ്ട്, ട്വിൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് സിംഗിൾ ജെസ്റ്റേഷണൽ സാക്കാണ്, യൂട്രസിലാണുള്ളത്. അതേപോലെ ഫീറ്റൽ പോളുണ്ട്, അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കാർഡിയാക് ആക്ടിവിറ്റി, മൂവ്മെൻറ്റ്സ് ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് മാർക്കേഴ്സ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ജനറ്റിക് ഇഷ്യൂസിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. കുഞ്ഞിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 13 വീക്കും 1 ഡേയും ആയിട്ടുള്ള ഗ്രോ ഉണ്ട്. കുഞ്ഞിൻ്റെ CRL 6.8 സെൻറ്റിമീറ്ററാണ്. CRL എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ നീളം, അതാണ് CRL എന്ന് പറയുന്നത്. നേരെയുള്ള തല തൊട്ട് കാല് വരെയുള്ള നീളത്തിനെയാണ് നമ്മൾ CRL എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 13 വീക്കും ഒരാഴ്ചയും ഉള്ള ഗ്രോത്ത് 6.8 സെൻറ്റിമീറ്ററാണ്. BPD എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലയുടെ ഡയമീറ്ററിനെയാണ് BPD എന്ന് പറയുന്നത്, തലയുടെ വലിപ്പം. അത് 13 ആഴ്ച തന്നെയാണ്. FHR എന്ന് പറയുന്നത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ്, അത് 148 മിനിറ്റാണ്. അപ്പോൾ എനിക്ക് EDD തന്നിട്ടുണ്ട്. EDD എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റും തന്നിട്ടുണ്ട്. പിന്നെ പ്ലസൻറ്റ അത് എവിടെയാണ് എന്നുള്ളതും ജസ്റ്റ് അവരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ
എൻ ടിയുടെ വാല്യൂ നേസൽ ബോൺ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ ടിയുടെ വാല്യൂ 1.7 mm ആയിരുന്നു. പിന്നെ സെർവിക്കൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 3.4 cm ആണ്. സെർവിക്സ് ക്ലോസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ എൻ ടി ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള എൻ ടി സ്കാൻ റിസൾട്ടിൽ ഉള്ളത്. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ സക്സസ്ഫുൾ പ്രഗ്നൻസിയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഇയർ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നതെന്നുള്ളത്. അത് ഞാൻ വരുന്ന പാർട്ടുകളിലിടാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എൻ ടി സ്കാനിൻ്റെ റിപ്പോർട്ട്. ഞാൻ ആ സമയത്തൊക്കെ ഈ 1.9 എൻ ടി റിസൾട്ട് വെച്ചിട്ടൊക്കെ ഒരുപാട് ഗൂഗിൾ സെർച്ചും യൂട്യൂബ് സെർച്ചും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാല്യൂ ഇതാ. ഇപ്പോൾ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഓരോരുത്തരുടെ എൻ ടി സ്കാനിൻ്റെ റിപ്പോർട്ട് എത്രയായിരുന്നു അങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് കാണാൻ, ഒരു റിപ്പോർട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ ആയിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഒരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നെക്സ്റ്റ് എൻ്റെ 5th മന്ത് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.